മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്ന് പറയുന്ന തിയേറ്റർ ഉടമകൾക്ക് അത് ഒരു മുഷ്ടിത്തരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. എനിക്ക് തോന്നുന്നത് ഒരു ഭീഷണി പോലെ ഉള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നുള്ളൂ. നടക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അയ്യോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. ഇങ്ങനത്തെ പടമൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വ്യത്യസ്ത ജോണറിലുള്ള മലയാള സിനിമകൾ കാണാൻ പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് കുതിച്ചെത്തുന്ന കാഴ്ചയാണ് ഈ ഫെബ്രുവരിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അതിനിടയിലാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായിട്ടുള്ള ഫിയോക് സിനിമാ നിർമ്മാതാക്കളുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഫെബ്രുവരി 23 മുതൽ പുതിയ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. ഇതിനോട് സിനിമ കാണാനെത്തുന്നവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടു നോക്കാം. അല്ല, ഇപ്പം നമുക്കൊരു അഭിപ്രായം പറയാമെന്നുള്ളത്, ഇപ്പോൾ ഈ തിയേറ്റർ ഉടമകൾക്കാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിന് അവരുടേതായ ടെൻഷനുണ്ട്. അത് സോൾവ് ചെയ്ത് വരിക, സോർട്ട് ചെയ്യുക, അവർ തമ്മിൽ സംസാരിക്കുക എന്നല്ലാണ്ട് നമുക്കിപ്പോൾ ഒരു സജഷൻ പോലെ വെക്കുക എന്നല്ലാണ്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ മീഡിയ ആണെങ്കിലും നിങ്ങൾക്കിത് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. മണ്ടത്തരം എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം വെച്ചാൽ അവർക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടാകുന്നത്. ഇത്രയും പടങ്ങൾ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ തിയേറ്ററിൽ വരണം. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ഒരു ഇതിനും കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ പല പടങ്ങൾ OTT വന്നിട്ട് പോലും തിയേറ്ററിൽ വന്നിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ തിയേറ്റർ ഉടമകൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അവരുടെ മണ്ടത്തരം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കിട്ടുന്നൊരു ഫ്രീ ടൈമിൽ വന്നിട്ട് കാണുന്ന ഒരു ഇതാണ്, ഇത് ഫിലിമാണ്. അത് ഇപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷേ അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് അറിയാതെ നമുക്ക് ഇതിനെ പറ്റിയിട്ടൊരു അഭിപ്രായം എനിക്ക് പറയാനും പറ്റില്ല. ഈ OTT എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വന്നുകൊണ്ട് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 2020 വരെ എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയിട്ട് കണ്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. ഈ കോവിഡ് വന്നതോട് കൂടിയിട്ട് 2020 ശേഷം ഞാനിപ്പോൾ ഇത് 4ാമത്തെ സിനിമ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 4 വർഷത്തിനുള്ളിൽ 4 പടമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വ്യത്യാസം ഇതാണ്. OTT തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. പക്ഷേ ഈ പറഞ്ഞ പോലെ തിയേറ്ററിലിരുന്ന് കാണുന്ന ഒരു സുഖം നമുക്ക് വേറെ എവിടെ ഇരുന്നാലും കിട്ടില്ല. അപ്പോൾ ആ തിയേറ്ററുകൾ ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടം വേറെ. അതുകൂടാതെ ഒരുപാട് ആൾക്കാരുടെ ജീവനമാർഗം കൂടിയാണ് ക്ലോസ് ആവാൻ പോകുന്നത്. ഈ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്ന് പറയുന്നത് അതൊരു തെമ്മാടിത്തരം തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമകളും മറ്റ് സിനിമകളും ഒരേപോലെ തന്നെയാണ്. മലയാളികളെപ്പോഴും ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും മലയാള സിനിമകളെ പറ്റിയിട്ടും മലയാള നടന്മാരെ പറ്റിയിട്ടും ഒക്കെ തന്നെയാണ്. അപ്പോൾ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്ന് പറയുന്ന തിയേറ്റർ ഉടമകൾക്ക് അത് ഒരു മുഷ്ടിത്തരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമകളുണ്ടല്ലോ, അങ്ങനത്തെ എക്സ്പീരിയൻസ് ആവശ്യമുള്ള. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ കാണാൻ പറ്റില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. OTT കാണുന്ന പോലെ അല്ലല്ലോ, തിയേറ്ററിൽ കാണുമ്പോൾ വേറെ എക്സ്പീരിയൻസ് അല്ലേ. ഇപ്പോൾ ബ്രഹ്മയുഗം തന്നെ തിയേറ്ററിൽ കണ്ടാലേ രസം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ OTT വന്നേലും തിയേറ്ററിൽ തന്നെയായിരിക്കും നല്ലത്. അത് അവർ തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയമാണ്. കാരണം തിയേറ്ററിൽ പരമാവധി ഓടിച്ചിട്ട് പിന്നെ OTT മാറ്റുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും നല്ലൊരു തീരുമാനം. അയ്യോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. ഇങ്ങനത്തെ പടമൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊരു കട തുടങ്ങിയിട്ട് കടയിൽ സാധനം ഇല്ലാണ്ടിരുന്ന ആരെങ്കിലും മേടിക്കാൻ വരുമോ? ആ പറഞ്ഞ പോലെ നമ്മുടെ തിയേറ്റർ തുടങ്ങിയിട്ട് തിയേറ്ററിൽ റിലീസിങ് ഇല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ വരാണ്ടിരിക്കുമല്ലോ. നമ്മളെന്തോ ആയിക്കോട്ടെ, ഒരു കട തുടങ്ങിയാൽ സാധനം വേണം, ഇല്ലെങ്കിൽ ആ കട തുടങ്ങാൻ പറ്റില്ല. എങ്കിൽ പിന്നെ ബോർഡ് എടുത്ത് കളയാനേ പറയുള്ളൂ ആൾക്കാർ. അപ്പോൾ ആ പറഞ്ഞ പോലെ ഇത് എന്താണെന്ന് പറയുക, ഇവർ തമ്മിലുള്ള ഒരു ചർച്ചയോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമുള്ളൂ. വിചാരിച്ചാൽ എല്ലാത്തിനും പ്രശ്നം മിക്കവാറും ലാഭവിഹിതമായിരിക്കും. ആ വിഹിതം എന്താണെന്ന് നോക്കിയിട്ട് വിഹിതമായ രീതിയിൽ വേണ്ടവർക്ക് കൊടുത്തിട്ട് മുന്നോട്ട് നീക്കുക, അതാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ സിനിമ അവർ റിലീസ് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ഞങ്ങളൊക്കെ വളരെ റെയറായിട്ടാണ് വരിക ഇങ്ങനെയൊക്കെ. പക്ഷെ റിലീസ് ചെയ്തില്ലെങ്കിൽ പലർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. എല്ലാവർക്കും വീട്ടിലിരുന്ന് കാണാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാനാണ് ആഗ്രഹിക്കുന്നത്. സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഒരു ഒരു സിനിമ പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സങ്കടകരമായ കാര്യമാണ്. എപ്പോഴും സിനിമകൾ റിലീസ് ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ എൻ്റെ ആഗ്രഹം സിനിമകൾ റിലീസ് ചെയ്യണം. സിനിമകൾ എപ്പോഴും തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യണം, അല്ല OTT അല്ല. അങ്ങനെ തന്നെ റിലീസ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾക്ക് സിനിമകൾ എപ്പോഴും തിയേറ്ററിൽ കണ്ടാണ്. ഞങ്ങളൊരു 70s തൊട്ട് ഞങ്ങൾ സിനിമ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് തിയേറ്ററിൽ കണ്ടാണ് സാറ്റിസ്ഫാക്ഷൻ. അത്രയാണ് ഞങ്ങളുടെ ഒരു താല്പര്യം, അത്രേ ഉള്ളൂ.